السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ബഹുമാനികളെ, നാം ഇപ്പോൾ ഉള്ളത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. ഞാനിന്ന് പറയുന്നത് ഒരു നല്ലൊരു ചരിത്രമാണ്. എന്താണ് ആ ചരിത്രം? സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവിടെ നിന്നിങ്ങനെ കരയുകയാണ്. എന്നോട് പറഞ്ഞു, യാ സൗബാൻ, ഈ ഖബറിലുള്ളവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിരിക്കുന്നു. ഇവർ റജബിലെ ഒരു ദിവസം നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു ദിവസം നോമ്പെടുത്തത് കൊണ്ടും രാത്രി നിസ്കരിച്ചത് കൊണ്ടും ഖബർ ശിക്ഷ തടയപ്പെടുമോ? അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ വലാ മുസ്ലിമത്തിൻ യസൂമു യൗമൻ മിൻ റജബ് ويقوم ليلة إلا كتب الله له عبادة سنة صوم نهارها وقيام ليلتها. الله സത്യം, ഏതൊരു സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീയോ റജബിലെ ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു രാത്രി നിസ്കരിക്കുകയും ചെയ്താൽ, ഒരു വർഷം നോമ്പെടുത്ത രാത്രി നിസ്കരിച്ച ഇബാദത്ത് അല്ലാഹു അവന് രേഖപ്പെടുത്തുന്നതാണ്. എന്തൊരു പവറാണ് റജബിനുള്ളത്, റജബിലുള്ള നോമ്പിനുള്ളത്, റജബിലുള്ള സൽക്കർമ്മത്തിനുള്ളത്, റജബിലുള്ള ഒരു സുന്നത്ത് റജബിലുള്ള ഒരു സ്വലാത്തിനുള്ളത്, റജബിലുള്ള എന്തൊരു സൽക്കർമ്മമാണെങ്കിലും ഡബൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന ഒരു മാസമാണ് ഈ റജബ്.